പ്രസംഗ പരിശീലനം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെൽഫ് ഇമേജിനെ കുറിച്ചാണ്. എന്താണ് സെൽഫ് ഇമേജ്? അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ, രഹസ്യമായ അറിവുകൾ. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യപ്പെട്ട രഹസ്യമായ അറിവുകളാണ് സെൽഫ് ഇമേജ്. ഒരിക്കലും അത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളല്ല. മറ്റുള്ളവർ അവരുടെ അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും സത്യമാകണമെന്നില്ല. അപ്പോൾ സെൽഫ് ഇമേജ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് സെൽഫ് ഇമേജും അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ഇമേജും. പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് നമ്മളെക്കുറിച്ചുള്ള നല്ല വശങ്ങളാണ്. അതായത് നമ്മളുടെ സൗന്ദര്യം, നമ്മുടെ ശക്തി, നമ്മുടെ അറിവുകൾ, നമ്മുടെ കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. എന്നാൽ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ദൗർബല്യമാണ്. അതായത് നമ്മുടെ കഴിവുകേടുകളാണ്. അതായത് നമുക്ക് ശക്തിയില്ല, സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, അറിവില്ല, മണ്ടനാണ്, പൊട്ടനാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പോസിറ്റീവ് സെൽഫ് ഇമേജാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഉന്നതിക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുക. നെഗറ്റീവ് സെൽഫ് ഇമേജ് നമ്മളെ തളർത്തുന്നതാണ്, നമ്മളെ താഴ്ത്തുന്നതാണ്. അതായത് എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് അറിവില്ല, എനിക്ക് കഴിവില്ല, ഞാൻ എവിടെ എത്തില്ല, ഞാൻ അറിയപ്പെടുന്ന ഒരാളാവില്ല, ഞാൻ വളരെ മോശമാണ് തുടങ്ങിയ ആ ഒരു അപകർഷതാബോധത്തിൽ ഊന്നിയ ചില ചിന്താഗതികൾ നമ്മളെ താഴ്ത്തുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം കായിക ശേഷിയുണ്ട്. രണ്ടാമത്തെ തരക്കേടില്ലാത്ത ബുദ്ധി ഉണ്ടെന്നാണ് തോന്നുന്നത്. മൂന്നാമത്തെ കാര്യം, എനിക്ക് തരക്കേടില്ലാണ്ട് പ്രസംഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ അഭിനയത്തിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി, മനഃശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ പഠിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം എനിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. ആ കഴിവുകളൊക്കെ ഒന്ന് വളർത്തിയെടുത്താൽ മതി. പക്ഷെ എൻ്റെ ദൗർബല്യം എന്ന് പറയുമ്പോൾ, എൻ്റെ നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയാണ്. മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി മടി. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ശരിയാവില്ല, അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, അത് വിജയിക്കില്ല, മാത്രമല്ല മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും അതുപോലെ അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മടി, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, പിന്നെ അതിൽ പരാജയപ്പെടുമ്പോൾ എന്ന ഭീതി, ഇതാണ് എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ പുരോഗതിക്ക് തടസ്സമായിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ. താങ്ക് യു.